ലഹരിയേതിനോ മധുരമേതിനോ ഹൃദയ സംഗമം പ്രണയബന്ധനം. ഇതോ ആ കാണുന്ന റിസോർട്ടിലാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത്. ഏവർക്കും ആഫ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. വെറും 2500 രൂപയ്ക്ക് 6 പേർക്ക് താമസിക്കാമെന്നറിഞ്ഞപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി പോകുകയാണ്. സമയം വളരെ വൈകിട്ടുണ്ട്, ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മുകളിലെത്തിയപ്പോഴത്തേക്കിനും ഇരുട്ടായി. വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് രാത്രി കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് കാണാം. രാത്രിയിൽ അത്യാവശ്യം ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ റിസോർട്ട്. അകത്തെ കാഴ്ചകൾ എന്താണെന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ റൂം. 6 പേർക്ക് കൂടി ഒരു 3 ബെഡാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, TV ഉണ്ട്. 2500 രൂപയ്ക്ക് ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയത് ഈ കാണുന്ന ഡൈനിങ് ഏരിയ ആണ്. ഇതൊരു ഓപ്പൺ സ്പേസിലാണുള്ളത്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഈ തണുത്ത സമയത്ത് ഇവിടെ ഇരുന്ന് ചൂട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. താഴെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തകർക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം. ചിറകൊടിഞ്ഞ കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ തൊഴുതു നിന്നു പ്രദോഷമായണയുമാ മനോഹരി നീ എന്റെ പ്രാണനിൽ ഉണരുവേ. താഴ്വാരം മുൻപൂവി തീകായും പെൺപൂവി മൂടൽ മഞ്ഞുമാ. ചങ്കിൻ്റെ പാട്ടും അടിപൊളി ക്ലൈമറ്റും വല്ലാത്തൊരു ഫീല് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ അതിഥിയെ നമ്മൾ കാണുന്നത്. ഇന്ത്യൻ പിറ്റ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഹിമാലയത്തിൽ നിന്നും സഞ്ചരിക്കുന്ന ഒരു ദേശാടന പക്ഷിയാണ് ഇന്ത്യൻ പിറ്റ. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ഒരു കിളിയാണ് ഇന്ത്യൻ പിറ്റ. கொஞ்ச நேரம் இருந்தாதா என்ன அவசரம் இல்லை அவசரம் இல்லை பொண்ணு இன்னும் கொஞ்ச நேரம் இருந்தா என்ன അവസരം இல்லை അവസരം പൊണ്ണു. ഇതാണ് നമ്മുടെ അടുത്ത അതിഥി. കണ്ടിട്ട് കാക്കത്തമ്പുരാട്ടിയെ പോലുണ്ട്. നമ്മുടെ ഇന്ത്യൻ പിറ്റയുടെ പുറകെ കൂടിയതാണ് ഇദ്ദേഹം. തിരികെ റൂമിൽ വന്നപ്പോൾ കണ്ടതാണ് ഇവനെ. ഞങ്ങൾക്ക് മുമ്പ് ഫുഡ് കഴിക്കാൻ ആദ്യം കസേര പിടിച്ചിരിക്കുകയാണ് പുള്ളി. സ്റ്റിക്ക് ഇൻസെക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവിയെ കാണുന്നത്. രാവിലെ നേരത്തെ എണീറ്റ് പുറത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട്, കോടമഞ്ഞൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം. നന്നായിട്ട് കുളിരുന്നുണ്ട്. നല്ല കിളികളുടെ ശബ്ദവും മനോഹരമായ കാഴ്ചകളും ഈ ഒരു കുളിരും വല്ലാത്തൊരു ഫീലാണ്. അങ്ങ് ദൂരെ കാണുന്നത് കുട്ടിക്കാനം ടൗണാണ്. നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കുട്ടിക്കാനത്തിനും വാഗമണ്ണിനും ഇടയ്ക്കാണ്. ആ കാണുന്നത് കുട്ടിക്കാനം മരിയൻ കോളേജാണ്. നമ്മുടെ റിസോർട്ടിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ കുട്ടിക്കാനത്തേക്കുള്ളൂ. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ട മനോഹരമായൊരു കോട്ടേജാണിത്. സിനിമാ നടൻ കോട്ടയം നസീറിൻ്റെ കോട്ടേജ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കോട്ടേജ്.
രാവിലെ ഒരു ട്രക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്തുള്ള ഒരു കുന്നിൻ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് കണ്ട മനോഹരമായ ഒരു കുളമാണ് ഈ കാണുന്നത്. വെള്ളത്തിലൊക്കെ നല്ല പച്ച കളറാണ്. ഇതിൻ്റെ ആഴമൊന്നും അറിയുന്നില്ല. നമ്മളതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നൊന്നുമില്ല, വെളിയിൽ നിന്ന് ആസ്വദിക്കുന്നതേ ഉള്ളൂ. ഇതാണ് കറുകപ്പുല്ല്. ഇതിൽ നിന്നുമാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. കറുകപ്പുല്ലിൻ്റെ ഇല ഒടിച്ചിട്ട് ഇത്തിരി വെള്ളത്തിനകത്ത് ഇട്ട് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മുടെ കുളത്തിന് മുകളിലായിട്ട് കണ്ട ഒരു ഓറഞ്ച് മരമാണിത്. ഓറഞ്ചൊക്കെ പഴുക്കാറായി നിൽപ്പുണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലാത്തതുകൊണ്ടാണ് റിസോർട്ടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാഞ്ഞത്. എന്നിരുന്നാലും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. ഫുഡിനെ പറ്റി അധികം പറയാഞ്ഞത്, ഫുഡൊക്കെ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. അതും ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.